ഗോപാൽജി ഗോപാൽജി ഞാൻ നിന്നെ വിളിക്കാൻ പോയായിരുന്നു. പൊരുത്തം കെട്ടവൻ. ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി. എടാ 500 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്കും നീ ഉറങ്ങിപ്പോയോ? 500 കിലോമീറ്ററോ? ഇവിടുന്ന് കമ്പം വരെ 650 കിലോമീറ്റർ ഉണ്ട്, അറിയാം? അതെ, 650 കിലോമീറ്റർ ഉണ്ട്. അതിൽ 150 കിലോമീറ്റർ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ വണ്ടി ആരോടിച്ചു? ഞാൻ ഓടിച്ചു. അയ്യോ, ആയിഷറാതെ ചവൻ എന്നെ കിട്ടില്ല. ഇനി ശവത്തിന്റെ കൂടെ കൂട്ടിരുന്ന പരിപാടി വേണ്ട, ഞാൻ നിർത്തി. എടാ നീ അങ്ങനെ പറയൂ. ഈ ശവത്തിന്റെ കൂടെ ഒറ്റയ്ക്കിരുന്ന് യാത്ര ചെയ്യാൻ എനിക്ക് പേടിയാന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. എടാ വെറുതെ അല്ല, നിനക്ക് കഞ്ഞിയും കപ്പയും ചോറും ബ്രാൻഡി 50 രൂപ തരുന്നില്ലേ? അതൊക്കെ ശരിയാ. രാവിലെ തന്നെ നീ വൃത്തിയായിട്ടവനെ കുടിക്കല്ലേ? നീ മദ്യം പേസ്റ്റ് ആക്കല്ലേ? എടാ മദ്യം പേസ്റ്റ് ആക്കല്ലേ? അങ്ങനെ ഇന്നത്തെ പല്ല് തേപ്പും കുളിയും കഴിഞ്ഞു. എടാ നിനക്ക് ഇന്നെങ്കിലും ഒന്ന് കുളിച്ചൂടെ? ഒരാഴ്ച ആയില്ലേ കുളിച്ചിട്ട്? വേണമെങ്കിൽ 2 കെട്ട സോപ്പ് ഞാൻ വാങ്ങിച്ചുതരാം. സോപ്പും ഡ്യൂട്ടിക്ക് സമയമായി. നല്ലൊരു ചെറുപ്പക്കാരൻ, കാണാനും നല്ല ഭംഗി, നല്ല ആരോഗ്യവും. ഇവനൊന്ന് കുളിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ആകാമായിരുന്നു. വസ്ത്രം മാറാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ വാൺ ചെയ്യുന്നത്? മാഡമോ മറ്റോ വന്നത് കണ്ടിരുന്നെങ്കിൽ ഞാൻ സഹിക്കില്ല. ഇത് സ്നേഹലതയല്ലേ കണ്ടുള്ളൂ. എന്നാലും തെറ്റ് സമ്മതിച്ചു കൊടുക്കരുത്. ചെയ്തു പോയത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ പ്രായച്ചിത്തമായി എന്നെ തന്നെ വിവാഹം കഴിച്ചോളൂ. അയ്യടാ, വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു സ്പെസിമൻ. ഈ സ്പെസിമൻ എന്താണ് ഒരു കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. അതെ, ഒരു അറ്റൻഡർക്ക് അറ്റൻഡറേതായ സ്വപ്നങ്ങൾ മാത്രം മതി. ആ സ്വപ്നങ്ങളിലെല്ലാം നായിക സ്നേഹലത തന്നെയാണ്. അത് തല്ലുകൊള്ളാത്തതിന്റെ അസുഖമാണ്. അതെ, എന്റെ ജാതകത്തിൽ കോടീശ്വരനായ ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തേക്കായിരിക്കും. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഡ്യൂട്ടി സമയത്ത് ഞാൻ തുണി മാറിക്കൊണ്ട് നടന്നാൽ മതിയോ? ഈ ബില്ല് കൊണ്ടുവന്ന് 204 കൊണ്ടിട്ട് സി ബ്ലോക്കിലേക്ക് പോകുന്നുള്ളൂ. സ്നേഹലതേ, സ്നേഹലതേ. ഓ, ഈ പെൺകുട്ടിക്ക് ആരാണ് സ്നേഹലത എന്ന് പേരിട്ടത്? അച്ചടി ഭാഷയെ അടക്കമില്ലാത്ത പ്രകൃതു. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹലതേ. ഇപ്പൊ വെടി തീർന്നു. എങ്ങനെയുണ്ട് സിസ്റ്റർ? എന്ത്? അല്ല, അകത്തെ പേഷ്യന്റ്. ഓ, അതാണോ? നമ്മള് പേഷ്യന്റ് ആരാ? സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. സഹോദരങ്ങളെ പോലെയാ ഞങ്ങള്. അത്രയ്ക്ക്. എന്താ പേര്? അടിപൊളി. തല്ലിപ്പൊളിയോ? അല്ലല്ല, അടിപൊളി. ഈ സെഞ്ചുറി ഗാനമേള ട്രൂപ്പില് മാപ്പിള പാട്ടുകളും തമിഴ് പാട്ടുകളും ഒക്കെ പാടുന്ന അടിപൊളി അയ്മൂട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല? അയ്യോ, ഞാൻ കേട്ടിട്ടില്ല. അത് ഞാനാണ്. ട്രൂപ്പിന്റെ ഓണറും കൂടിയാണ്. അത് ശരി. എനിക്ക് ഞാനിപ്പോ എന്താ വേണം? അല്ല, റാഫ് ജോൺസൺ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല. റാഫ് ജോൺസണോ? അല്ല, ഓ ജോൺസൺ അകത്തെ. ഓ, അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടിയും വരും. ഹലോ ഹലോ എന്ന് വിളിക്കാൻ ടെലിഫോണിൽ സംസാരിക്കാം. സാർ, അത് സാർ എന്ന് വിളിക്കാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടാ, ചേട്ടാ എന്ന് വിളിക്കാൻ ഞാൻ തന്നെ ബന്ധുവാണ്. ബ്ലഡി ഫൂൾ. അല്ല, എന്നൊക്കെ ഡോക്ടേഴ്സ് അറ്റൻഡേഴ്സിനെ വിളിക്കുന്ന കേൾക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കും. ഞാൻ എന്താ വിളിക്കേണ്ടത്? ഗോപാൽജി. ഗോപാൽജി. ഈ ECG എന്തിനാ എടുക്കുന്നത്? അസുഖം തൊണ്ടയ്ക്കല്ലേ? തൊണ്ടയും ഹൃദയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഹൃദയം തകരാറിലായാൽ മൊത്തത്തിലെല്ലാം തകരാറിലാകാം. ECG, സ്കാനിങ്, എക്സ്റേ, കൾച്ചറിങ്, ബയോപ്സി. ഇനി ഏതെങ്കിലും മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കൂടെ എഴുത്. പാവങ്ങൾ എങ്ങനെ കഴുത്തറക്കരുത് കേട്ടോ. പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയുണ്ട്. ഇത് സമ്പന്നന്മാർക്ക് വേണ്ടി സമ്പന്നന്മാർ പണിത 5 സ്റ്റാർ ഹോസ്പിറ്റൽ. മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുപോലെ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അഹങ്കാരം ലേശം കുറയ്ക്കണം കേട്ടോ. പേഷ്യന്റ് അല്ല നോക്കത്തില്ല, തനിക്കും ടെസ്റ്റുകൾ എഴുതി തരും. മറ്റേ കല്ല് പൊട്ടിക്കുന്ന ടെസ്റ്റ് അറിയോ? ഞാൻ അയ്മൂട്ടിയാണ്. മമ്മൂട്ടിയോ? മമ്മൂട്ടിയും ചമ്മട്ടിയും ഒന്നുമില്ല, അയ്മൂട്ടി. സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണർ, അടിപൊളി അയ്മൂട്ടി. ട്രൂപ്പ് വൈകാതെ കൃത്യസമയത്തിന് എത്തിയേക്കണം. വെറുതെ സംഘാടകർക്ക് ടെൻഷൻ ഉണ്ടാക്കരുത്. ചേട്ടാ, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. നാളത്തെ ഗാനമേള ഒരു 2 ആഴ്ചത്തേക്കൊന്ന് മാറ്റി വെക്കണം. വെറുതെ തോന്നിവാസം പറയരുത്. നാടടുത്ത് ടിക്കറ്റ് വിറ്റിരിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഏട്ടാ. റാഫേല് ഒരു ആഫ്രിക്കൻ പര്യടനത്തിന് പോയതാ. ആക്ച്വലി ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തേണ്ടതാ. പക്ഷെ ഒരു കുഴപ്പം പറ്റി. അതെ, ഗാനമേളയില് അവൻ AR റഹ്മാന്റെ 1-2 അടിപൊളി പാട്ടുകൾ പാടിയായിരുന്നേ. അത് കേട്ടിട്ട് കാട്ടുവർഗക്കാര് അത് അവരുടെ പാട്ടാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവനെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച വിടും. അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചിട്ടേ മതി. നാളെ കൃത്യസമയത്ത് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ നിന്റെ ഒക്കെ കൈയും കാലും തല്ലി ഒടിക്കുള്ളൂ. ഹലോ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തല്ല് ഉറപ്പായി. ഹലോ, കാശ് തന്നില്ലായിരുന്നല്ലേ?
വരുന്നു വെള്ള പാന്റ് ഇട്ട് വിധി വേഷം. എന്തെങ്കിലും പറഞ്ഞോ? അല്ല ഇത് എവിടുന്ന് കിട്ടിയെന്ന്? ആ, ഇത് അടുത്ത മുറിയിൽ നിന്ന് സംഘടിപ്പിച്ചതാ. ദാ, ഇനി ശബ്ദം പുറത്ത് കേൾക്കുന്ന പരാതി വേണ്ടല്ലോ. പിടിച്ചോളൂ. ഇതിനും ബില്ല് വരുമോ? ചിലപ്പോ വന്നിരിക്കും. ടെസ്റ്റിന്റെ ഫീസ് അടച്ചോ? അടച്ചു. എന്താ പുതിയ ബില്ല് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പിന്നാലെ വന്നോളൂ. തൽക്കാലം അടച്ച ഫീസിന്റെ റെസിപ്റ്റ്സ് അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം. ചേട്ടൻ അങ്ങോട്ടല്ലേ പോകുന്നത്? ഇതൂടെ കൊടുത്തേക്ക്. ചുമ്മാ ചൊറിയും കുത്തി ഇവിടെ ഇരിക്കുകയല്ലേ, കൊണ്ടുപോയി കൊടുക്കണോ? എനിക്ക് 307 പേഷ്യന്റിന് എനിമ കൊടുക്കണം. ഞാൻ തന്റെ സെർവന്റ് ആണോ? ഒരു മനുഷ്യ പറ്റില്ലാത്ത വർഗം. ആദ്യം ഇവനൊക്കെ എനിമ കൊടുക്കേണ്ടത്. ഞാൻ കേട്ടോ. അല്ല പേഷ്യന്റ് ആണോ അല്ലയോ നോക്കത്തില്ല, തനിക്കും തരും എനിമ. എന്താടോ? ഞാൻ ഇത് കൊടുത്തേറ്റ് വേഷം കെട്ടത് കേട്ടോ. നിന്നേ, തൊണ്ടയ്ക്ക് അസുഖം വന്ന് കിടക്കുന്ന ഒരു രോഗിയോടാണോ അതേ രോഗം വന്ന് മരിച്ച ഒരാളുടെ കാര്യം വന്ന് പറയുന്നത്? തൊണ്ടയ്ക്ക് അസുഖം ഒന്ന് മരിച്ച പിന്നെ മണ്ടയ്ക്ക് അസുഖം ഒന്ന് മരിച്ചെന്ന് പറയണോ? ഈ സാധനം തനിക്ക് തിരിച്ചു കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വേറെ കാരണം പറഞ്ഞാൽ പോരെ. ഭാവനാ സൃഷ്ടികൾ ഉണ്ടാക്കാൻ ഞാനൊരു നോവലിസ്റ്റ് അല്ല. ഒരു അറ്റൻഡർ ചിലപ്പോൾ നോവലിസ്റ്റും കവിയൊക്കെ ആകേണ്ടി വരും. വേണ്ട, കാഥികനും കൂടെ ആവാം. മിസ്റ്റർ, ദിവസം 4 എണ്ണം മരിക്കുന്ന ആശുപത്രിയാണത്. ഇപ്പൊ തന്നെ 208 ഒരു തള്ള പാൻക്രാസ് വീങ്ങി ചാവാൻ കിടക്കാണ്. അവർ ചാവുമ്പോ ഞാൻ റൂമിൽ വന്ന് പ്രസവിച്ചു എന്ന് പറയാം. എന്താ പോരെ? എന്താ കുന്തമുങ്ങിയോട് നോക്കുന്നത്? സത്യം സത്യമായിട്ട് പറയുന്ന ഒരു അറ്റൻഡറാണ് ഞാൻ. അപ്പൊ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാലേ താൻ കല്യാണം കഴിക്കാൻ പോവല്ലേ? ആണെങ്കിൽ ആദ്യ രാത്രി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരോടും വിളിച്ചു കൂവും. അയ്യേ, അത് മോശമല്ലേ? എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനുള്ളതല്ലേ ഗോപാൽജി? അങ്ങനെയും ചില സത്യങ്ങളുണ്ടോ? അതെന്ത് സത്യം? എന്താ ഇത്? നോക്കി കണ്ട് നടന്നൂടെ? മുത്തച്ഛന് ഇപ്പൊ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സാറിന് വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല മോളെ, ഒന്നും പറ്റിയില്ല. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാ. പെട്ടെന്ന് ഷുഗർ അല്പം കൂടിയോ എന്നൊരു സംശയം. എന്താ സദാശിവൻ നടന്നു വലിക്കണേ? വല്ലോടത്ത് കിടന്നു വലിച്ചാ പോരെ? ആ, ഗൾഫിലുള്ള അനിയന്റെ കത്ത് വല്ലതും വന്നോ? ഈ സമയത്താണോ വിശേഷങ്ങൾ അറിയണ്ടേ? എന്റെ ഗുരുവായൂരപ്പ രക്ഷപ്പെട്ട്. ബെഡിൽ കിടക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത്? ആരും കൂട്ടിനില്ലാതെ ഈ കുന്തത്തേക്ക് ഓടി നടക്കാൻ ഇതെന്താ നെഹ്റു സ്റ്റേഡിയമാണ്? അയ്യോ, എന്റെ കൊച്ചുമോള് തല്ലിക്കൊണ്ടുവന്നതാ. പെട്ടെന്ന് പിടിവിട്ടു പോയി. പിന്നെ ഒരു പോക്കായിരുന്നു. ഞാൻ വന്ന് രക്ഷിച്ചില്ലേ കാണാമായിരുന്നു. ഇപ്പൊ 2nd ഫ്ലോറിന്റെ ബേസ്മെന്റിൽ കിടന്നേനെ. അങ്ങ് ഒരു പോക്ക് പോയേനെ. ഓ, ഇയാളുടെ വർത്താനം കേട്ടോ ഓശാരത്തിലാണ് ചെയ്യുന്നത് തോന്നുമല്ലോ. വരുന്നതിന് പോകുന്നതിന് ശരിക്ക് എന്നെ പഠിക്കല്ലേ? പിന്നെന്താ? തന്നെ രക്ഷിച്ചതിന്റെ കരണക്കുറ്റിക്ക് അടിക്കണം. പോയി കിടന്നുറങ്ങ് മൂപ്പിന്നെ, നന്ദിയില്ലാത്ത ജന്തു. ആഹാ, താനൊരു ന്യായീകരണവും പറയണ്ട. എത്ര രൂപയുടെ നാശനഷ്ടങ്ങൾ താൻ ഉണ്ടാക്കിയത്? ഈ നിമിഷം തന്നെ പിരിച്ചു വിടേണ്ടതാ. ഒരു രോഗിയെ രക്ഷിക്കാനുള്ള തീവ്ര യത്നത്തിനിടയിൽ താൻ ഒരു രോഗിയെ രക്ഷപ്പെട്ട നോക്കിയ കാരണം ഇപ്പൊ എത്ര രോഗികൾ ഇന്റൻസീവാണെന്ന് അറിയാമോ? അറിയാം സർ, മൊത്തം 7 പേർ. ഏകദേശം 10,000 രൂപയുടെ സാധനങ്ങളും നശിപ്പിച്ചു. അതുകൊണ്ട് അടുത്ത മാസം മുതൽ തന്റെ പകുതി ശമ്പളം കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർ, പവർ കട്ടും പണക്കെട്ടും കൂടി താങ്ങാനാവില്ല സർ. ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന എനിക്ക് പകുതി ശക്കള പരിപ്പോടമാക്കാൻ പോലും തികയില്ല. ഇന്നു മുതൽ വട തിന്നണ്ട, തനിക്ക് പോവാം. അപ്പൊ ശമ്പളം പാതിയെ തരൂ. ചുറ്റി കളിക്കുന്നേ എടുക്കാൻ വന്നതാ. കാര്യം പറഞ്ഞ അതെ, എന്താ ഇത്? കിമ്പളാണ്, വെച്ചോളൂ. ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട്. എനിക്ക് കിമ്പളം വേണ്ട. കിമ്പളം വാങ്ങണ വേറെ ആരെങ്കിലും എന്താ ഇവിടെ? കുമ്പളത്തുകാരൻ ഒരു രാവുണ്ണിയുണ്ട്, അവനിന്ന് ലീവാ, വന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ലേശം മറ്റവനെ വാങ്ങാനായിരുന്നേ. മറ്റവനോ? മദ്യോ? കാർന്നവരെ നിങ്ങൾ എന്തൊന്നാണ് വിചാരിച്ചത്? മദ്യപിക്കാൻ ഇത് ബാർ അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ ആണെന്ന് കരുതിയോ? നിങ്ങൾ ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും അറ്റൻഡർമാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പനെ മോനെ ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തേനെ. നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഒരു മാന്യത ഉണ്ട്, അറിയാമോ? കാശെട് സാധനം വാങ്ങിക്കാനുള്ള കാശെടുക്കാൻ ഏത് വേണം, എത്ര വേണം?
ഒരു പൈന്റ് റം. 1 പൈന്റ് മതി. അപ്പൊ ചേട്ടന് വേണ്ടേ? കന്നാലി അപ്പൊ നീ കഴിക്കല്ലേ? എങ്കിൽ പിന്നെ പുള്ളു തന്നെ ആയിക്കോട്ടെ. കെട്ടിപ്പിടിച്ച് കണ്ട് കാശെടുക്ക്. എടുക്കാലോ. ആ ഉണ്ട് തികച്ചുണ്ട്. അത് കൂടുതലോ? 3 സോഡ. 2 എണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല. പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചോ. ഫ്ലാസ്കിൽ സോഡയാ? പിന്നെ ടാങ്കറിൽ കൊണ്ടുപോകണം സോഡ. ഒഴിക്കേ. ബാക്കി പൈസ പോട്ടെ. കുപ്പി താനെടുത്തോ. നീ എന്തുടേ അളക്കണേ? അങ്ങനെ ഒഴിക്കടാ ചാവി. കാർന്നോരെ, എന്തിനും ഒരു അളവുള്ളത് നല്ലതാ. ഇക്കാലത്ത് സ്നേഹം വരെ അളന്നല്ലേ കൊടുക്കുന്നത്. നീ കൊറിക്കാനൊന്നും വാങ്ങിയിട്ടില്ലേ? വെളിയിൽ നിന്ന് എന്തിനാ വാങ്ങുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദേ മൾട്ടിവിറ്റാമിൻ, കാൽഷ്യം സാൻഡോസ്, സൂപ്രാഡൈൻ, ജലൂസിൽ. നീ എന്തുട്ടേ പറയണേ? കപ്പലണ്ടിക്ക് പകരം ഗുളിക കഴിക്കേ. ഇതൊക്കെ വിറ്റാമിൻ ആണ്. മദ്യം വിഷമാണെന്നല്ലേ പറയാറ്. മദ്യത്തിന്റെ കൂടെ ഈ വിറ്റാമിൻസും കൂടെ കഴിച്ചാൽ എല്ലാം ബാലൻസ് ആയി, ലിവർ ഓക്കെ. വേണമെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പിൽസ് മിക്സർ ആയിട്ടും കഴിക്കാം. ഭക്ഷണത്തിന് മുൻപോ പിമ്പോ എങ്ങനെ വേണേലും കഴിക്കാം. പക്ഷേ മാറിപ്പോരുത്. ഒരു ദിവസം വിറ്റാമിൻ ആണെന്ന് കരുതി സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു. 2 ദിവസം ഉറങ്ങിപ്പോയി. കറുതൽ കഴിക്കേ. സ്നേഹം. എനിക്ക് ഇതിനോട് സ്നേഹം ഉണ്ട്, അതുകൊണ്ടല്ലേ ഇത് വാങ്ങാൻ പറഞ്ഞേ. സ്നേഹം വരുന്നു. എനിക്ക് നേരത്തെ വന്നതാ, നിനക്ക് ഇപ്പോഴല്ലേ സ്നേഹം വന്ന എന്നോട്? അല്ല, നഴ്സ് സ്നേഹലത വരുന്നെന്ന്. കാർന്നൊരു ഈ മറവിൽ ഒളിച്ചോ. ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. അതൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം. താനെന്താ ഇവിടെ? അതിപ്പോ സ്വല്പം മുമ്പേ അവിടെ നിൽക്കുകയായിരുന്നു. എന്താ സ്നേഹം? സ്നേഹം? സ്നേഹലതയെ സ്നേഹം കൊണ്ട് സ്നേഹം എന്ന് ചെറുതാക്കി. തൽക്കാലം താൻ എന്നെ അങ്ങനെ ചെറുതാക്കണ്ട. താൻ എന്നാ റാഫേലിന്റെ ഫാദറിനെ MD വിളിക്കുന്നു പോയി പറ. അയാൾ ഇങ്ങോട്ട് വന്നില്ല. അയാൾ റൂമിൽ പോയി പറയണം. അല്ല, ഞാനിവിടെ ഉണ്ട്. നിങ്ങളെന്താ ഇവിടെ? നേഴ്സമ്മല്ലേ പറഞ്ഞ MD വിളിക്കണമെന്ന്. അതല്ല ചോദിച്ചത്, ഇവിടെ എന്താ കാര്യം? അതെന്നെ പറഞ്ഞ MD വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോ വന്നിട്ട് കേട്ടോ നേഴ്സമ്മേ, ഈ എന്താ സ്നേഹലതയെ ബോധമില്ല സംസാരിക്കുന്നത്? നുള്ളി കീറി ചോദിക്കണോ? കാരണം MD വിളിക്കുന്ന അങ്ങോട്ട് ചെല്ലാ. വിളിക്കാലോ. ഞാനൊരു പേഷ്യന്റ് അപ്പനാണ്, എന്നെ വിളിക്കാലോ MDക്ക്. ഒന്നോ വഴി വഴി. അതന്നെ. സസ്പെൻഷൻ.